പ്രോഗ്രാം തുടരുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രക്തധമനികളെയും സിരകളെയും ബാധിക്കുന്ന അസുഖങ്ങളും അവയുടെ ചികിത്സയെക്കുറിച്ചുമാണ്. നമ്മോടൊപ്പമുള്ളത് തൃശ്ശൂർ അമല ആശുപത്രിയിലെ വാസ്കുലർ സർജറി വിഭാഗം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് ആൻഡ്രൂ ആണ്. ഡോക്ടർ നേരത്തെ ലക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഡോക്ടർ സൂചിപ്പിച്ചത് പുകവലിക്കാർക്കും പ്രമേഹ രോഗികൾക്കും പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസിന് സാധ്യത കൂടുതലാണ് എന്നാണ്. ഡോക്ടറെ, എത്തരത്തിലാണ് അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക? നേരത്തെ തന്നെ അത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഡോക്ടർ ഇപ്പോൾ നേരത്തെ വിളിച്ചൊരു കോളറുടെ സംശയത്തിൽ നിന്ന് പറഞ്ഞത് വാദസംബന്ധമായിട്ടും ഈ ലക്ഷണങ്ങളൊക്കെ വരാമെന്നാണ്. അപ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അല്ല, അത് കുറച്ച് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേദന വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, രക്തധമനി തടസ്സങ്ങൾക്ക് നടക്കുമ്പോഴാണ് കാലുവേദന വരുന്നത്, നടന്നു പോകുമ്പോൾ. അപ്പോൾ നടന്ന് തുടങ്ങുമ്പോൾ വേദനയില്ല. എപ്പോൾ കാലത്തായാലും വൈകിട്ടായാലും കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ വേദന വരുന്നു. ഇപ്പോൾ നമ്മൾ രക്തം ഓടുന്നതിൻ്റെ ശതമാനം കുറഞ്ഞു വരുമ്പോൾ, കാലിൽ അത് കുറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ നടക്കാതെ തന്നെ പേശികളിലേക്കുള്ള വേദന. അങ്ങനെയുള്ളവർക്ക് നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. കാല് പൊന്തിച്ചു വയ്ക്കുമ്പോൾ ഗ്രാവിറ്റിയുടെ ഇഫക്റ്റ് കുറയുമ്പോൾ വീണ്ടും രക്തോട്ടം കുറയുമെന്നതിനാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പലപ്പോഴും ചെയറിൽ ഇരുന്നുറങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം വരാറുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക റെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, രക്തോട്ടം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വിറകുകളിലേക്ക് ഉണങ്ങുന്നതാണ്, ചില്ലകളൊക്കെ ഉണങ്ങി വരണ്ട് വരുന്ന പോലെ വിരലുകളിലേക്കും രക്തോട്ടം ഇല്ലാതെ അത് കറുത്ത് ഇരുണ്ട് ടാറ് പോലെ ചുങ്ങി വരുന്ന അസുഖം ഗാംഗ്രീൻ എന്ന് പറയും. ഗാംഗ്രീൻ മറ്റൊരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഉണങ്ങാത്ത മുറിവുകൾ, ഇപ്പോൾ ഒരു ഷൂവിൻ്റെ ഒരഞ്ഞു പൊട്ടിയ ഒരു മുറിവ് ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ ട്രിവിയൽ ട്രോമയിൽ വരുന്ന ഒരു മുറിവ് പോലും ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ ഈ 3 ലക്ഷണങ്ങൾ, അതായത് ഗാംഗ്രീൻ, കറുത്തിരുണ്ടു പോകുന്ന വിരലുകൾ, ഉണങ്ങാത്ത മുറിവുകൾ, വെറുതെ ഇരിക്കുമ്പോഴും ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വേദനകൾ റെസ്റ്റ് പെയിൻ, ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്തോട്ടം വളരെ കുറഞ്ഞു പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു വാസ്കുലർ സർജറി വിഭാഗത്തിൽ പോയി ആൻജിയോഗ്രാം എടുത്ത് അതിൻ്റെ ഫർദർ ചികിത്സ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആംബ്യൂട്ടേഷൻ, കാല് മുട്ടിൻ്റെ ലെവലിലോ അല്ലെങ്കിൽ തൊടയുടെ ലെവലിലേക്ക് നഷ്ടപ്പെടാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകം. ഈ ലക്ഷണങ്ങൾ വന്നാൽ അത് ചെയ്യാൻ, ഇതിനെ റെഡ് ഫ്ലാഗ് സൈൻസ് എന്നും കൂടി വേണമെങ്കിൽ പറയാം. അതായത് സാധാരണ ഒരു ആൾക്ക് ഈ ലക്ഷണങ്ങൾ കണ്ടാൽ പിന്നെ സമയം വളരെ പ്രധാനമാണ്. ഓരോ ദിവസം ഡിലേ വരുംതോറും അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെടുകയും ആംബ്യൂട്ടേഷനിലേക്ക് അവസാനിക്കുക. അപ്പോൾ ആംബ്യൂട്ടേഷൻ പ്രിവെൻഷൻ എന്ന ഒരു ഗോളിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നടക്കുമ്പോൾ ഉള്ള കാലുവേദന തൊട്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ക്രിട്ടിക്കൽ ലിംബ് എന്ന് പറയുന്ന ഈ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഹാർട്ടിൽ പറയും കാർഡിയാക് അറസ്റ്റ്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് എന്ന് പറയുന്ന പോലെ ഈ 3 ലക്ഷണങ്ങൾ, കറുത്തിരുണ്ടു പോയ വിരലുകൾ, ഗാംഗ്രീൻ, ഉണങ്ങാത്ത മുറിവുകൾ, നോൺ ഹീലിംഗ് അൾസർ, അതുപോലെ വെറുതെ ഇരിക്കുമ്പോൾ പോലും പേശിവേദന, കാലിലെ പേശികളിൽ വേദന, റെസ്റ്റ് പെയിൻ, കിടക്കാൻ പറ്റാത്ത രീതിയിൽ ഇരുന്നുറങ്ങേണ്ട സ്ഥിതിവിശേഷം, ഇതെല്ലാം വന്നാൽ നമ്മൾ ആംബ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഒരു കാലുകളാണ് നമ്മൾ തിരിച്ചറിയുന്നത്. എത്രയും പെട്ടെന്ന് ആ രോഗി നമ്മളത് തിരിച്ചറിഞ്ഞ് പരിഹരിച്ചില്ലെങ്കിൽ അത് ഭയങ്കര റിസ്ക്കാണ് ഇതെതിരെ. അപ്പോൾ ഈ ലക്ഷണങ്ങളിൽ ഈ രക്തോട്ടം കുറയുന്നതിൻ്റെ ഇത് പ്രകടമായി വരുമ്പോൾ നമ്മളത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചില്ലെങ്കിൽ, ചികിത്സ പലതരത്തിലുണ്ട്. നമ്മൾ ടെസ്റ്റുകളെല്ലാം ചെയ്ത് കാലിലെ രക്തോട്ടക്കുറവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഡോക്ടർ, നമുക്ക് തൃശ്ശൂരിൽ നിന്ന് സമീർ എന്ന പ്രേക്ഷകന്റെ കോൾ വെയിറ്റിംഗ് ഉണ്ട്. സമീർ, സ്വാഗതം. ഡോക്ടർ സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. അതെ, എനിക്ക് ചമ്രം പഠിച്ച് ഇരിക്കുമ്പോഴേ ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാലേ ഭയങ്കര കാലിൽ തരിപ്പ്, അതുപോലെ സോഫയിൽ സോഫയിൽ കാല് കയറ്റി വെച്ച് കിടക്കുമ്പോൾ അത് പെട്ടെന്ന് തരിപ്പ് ഒരു വിധം അനുഭവപ്പെടുന്നുണ്ട്. അതെന്താണ്? അത് വലിയ ഒരു അസുഖലക്ഷണം ആവണമെന്നില്ല. അത് ചില പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ നെർവ്സ് നാഡികൾക്ക് ഒരു കംപ്രഷൻ വന്നാൽ കുറച്ച് നേരം ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ തരിപ്പ് അനുഭവപ്പെടുന്നത് സാധാരണ ഒത്തിരി പേർക്ക് അനുഭവപ്പെടുന്ന ഒരു ഇതാണ്. അതൊരു മാരകമായ അസുഖമായിട്ട് കാണേണ്ടതില്ല. പ്രത്യേകിച്ച് അയോഡിയ എന്ന് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ കാൽഷ്യം, അങ്ങനെ കുറച്ച് ഇതിൻ്റെ മെറ്റൽസിൻ്റെയൊക്കെ കുറവ് ശരീരത്തിലുണ്ടോ എന്ന് നോക്കി അത് കറക്റ്റ് ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് സഹായകമായിരിക്കും.
പക്ഷെ ഒരു പൊസിഷനിൽ കുറേ നേരം ഇരിക്കുമ്പോൾ വരുന്ന ഇത് ആ പൊസിഷൻ ഇടയ്ക്കിടയ്ക്ക് മാറുക എന്നുള്ളതാണ് അതിന് ഏറ്റവും അനുയോജ്യമായ ചികിത്സ. അല്ലാതെ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട ഒരു അസുഖമായിട്ട് തോന്നുന്നില്ല അത്. സമീർ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വളരെ സാധാരണമായ ഒരു അസുഖമാണ് വെരിക്കോസ് വെയിനുമായി ബന്ധപ്പെട്ടത്. ഡോക്ടറെ, എങ്ങനെയാണ് വെരിക്കോസ് വെയിൻ വളരെ നേരത്തെ നമുക്ക് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു അസുഖമാണോ, അതോ പരിഹരിച്ച് കൊണ്ടുപോകാൻ മാത്രമേ പറ്റൂ? അല്ല, വെരിക്കോസ് വെയിന് തീർച്ചയായും ഒരു 95 മുതൽ 98% എല്ലാം സക്സസ് ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് ലക്ഷണം സാധ്യമാണ്. പക്ഷെ അതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്ത് ഡോപ്ലർ സ്കാൻ വഴി അതിൻ്റെ പ്രത്യേകതകൾ ഓരോരുത്തർക്ക് ലക്ഷണങ്ങളനുസരിച്ച് ഡോപ്ലർ സ്കാൻ ചെയ്യുകയും അതിൻ്റെ വെയിൻ്റെ സൈസും വെയിൻ്റെ പ്രത്യേകതകളും എവിടെ നിന്നാണ് വെരിക്കോസ് വെയിൻ്റെ ഉത്ഭവം, അതായത് റിഫ്ലക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്ഭവം എന്നും ചില സ്ഥലങ്ങളിൽ ഒരു തടസ്സമായിരിക്കും, രക്തം ഒഴുകി പോകുന്ന വഴിയിൽ ഒരു തടസ്സം കൊണ്ടും ഉണ്ടാവാം. അപ്പോൾ തടസ്സമാണെങ്കിൽ തടസ്സം ചികിത്സിക്കുകയും റിഫ്ലക്സ് ആണെങ്കിൽ, അതായത് ഹൃദയത്തിലേക്ക് പോകുന്ന രക്തം കാലിൽ തന്നെ തളം തെറ്റി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ ആ തിരിച്ച് കാലിലേക്ക് ഒഴുകി പോകുന്ന പാത തിരിച്ചറിഞ്ഞ് അതിനെ പരിഹരിക്കലാണ് അതിന്റെ ചികിത്സ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ ഡോക്ടർ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ കാലുകൾ നേർത്ത നീല വരകൾ പോലെ കിടക്കുന്ന വെയിനുകളൊക്കെയാണ്. അപ്പോൾ അത് വളരെ ചെറുതാണല്ലോ, അത് പ്രത്യക്ഷത്തിൽ വലിയ ബുദ്ധിമുട്ടുകളോ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. ഡോക്ടർ, ഈ കുഞ്ഞി വെയിനുകൾ സത്യത്തിൽ പ്രശ്നമുണ്ടാക്കുന്നതാണോ? അത് ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് പോലെ ആയിരിക്കും പലപ്പോഴും. അതായത് വെയിനകത്തുള്ള പ്രഷറാണ് ആക്ച്വലി ഈ സിരകൾ തടിച്ചു വരാനായിട്ട്, വെയിൻസ് തടിച്ചു വരാനുള്ള പ്രധാന കാരണം. അപ്പോൾ നമ്മൾ ലക്ഷണങ്ങളുണ്ടെങ്കിൽ, നമുക്ക് നിൽക്കുമ്പോഴുള്ള കാലുകടപ്പ്, അല്ലെങ്കിൽ മുട്ടിന് കീഴെ തടിച്ച ഞരമ്പുകൾ കാണുന്നു, അല്ലെങ്കിൽ നീര് കാണുന്നു, അല്ലെങ്കിൽ ആംഗിളുടെ ഭാഗത്ത് കണികാലിൻ്റെ ഭാഗത്തേക്കും കറുപ്പ് നിറം വരുന്നു, വ്രണങ്ങൾ വരുന്നു, എക്സിമ വരുന്നു, ചൊറിച്ചിലോട് കൂടിയിട്ടുള്ള കറുപ്പ് നിറം വരുന്നു, അങ്ങനത്തെ എല്ലാ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊരു നല്ല രീതിയിൽ ഡോപ്ലർ സ്കാൻ എടുത്ത് ഞരമ്പുകളുടെ എല്ലാം സൈസുകൾ, സിരകളുടെ എല്ലാം സൈസുകൾ, എത്ര താഴ്ചയിലാണ്, പ്രധാനപ്പെട്ട ഞരമ്പുകൾക്ക് എന്തെങ്കിലും ഒഴുക്കിന് വ്യത്യാസമുണ്ടോ എന്നെല്ലാം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ചികിത്സ തേടണം. ഡോക്ടർ, ഒന്ന് ഇടപെട്ടോട്ടെ. ഒരു പ്രേക്ഷകന്റെ കോൾ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡോക്ടർ, നമുക്ക് ആലപ്പുഴയിൽ നിന്ന് നവാസ് ഉണ്ട്. നവാസ്, സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. നവാസ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സംസാരിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. എന്റെ പേര് നവാസ്. എനിക്ക് 43 വയസ്സ്. എന്റെ കാലിന്റെ പാദത്തിന്റെ രണ്ട് പാദത്തിനും നല്ല മരവിപ്പ് ഉണ്ട്. അത് കുറച്ചു നാളുകളായിട്ട് ഉള്ളതാണ്. എനിക്ക് ലിവറിന് ഉണ്ടായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിലാണ് ഞാൻ ഇപ്പോ. അപ്പൊ കാലിന് പാദത്തിനാണ് രണ്ട് നല്ല മരവിപ്പ് ഉള്ളത്. ഷുഗർ നോർമൽ, ഷുഗറിൻ്റെ ഇതില്ല. സാധാരണമായി ന്യൂറോപ്പതി എന്ന് പറയുന്ന ലക്ഷണമാവാനാണ് സാധ്യത. ന്യൂറോപ്പതിക്ക് ഒരുപാട് കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രമേഹ രോഗികളിലാണ്. മറ്റ് ചില അസുഖങ്ങളിലും നെർവ്സിൻ്റെ വീക്ക്നെസ്, നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പുകളുടെ വീക്ക്നെസ് ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ തരിപ്പുകൾ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിൻ്റെ ടെസ്റ്റുകളും സാധനങ്ങളൊക്കെ നോക്കി എന്താണ് കാരണമെന്ന് നോക്കി തന്നെ തരണം. പ്രമേഹം മൂലം അല്ലെങ്കിൽ നെർവ്സിനുണ്ടാകുന്ന ന്യൂറോപ്പതി എന്നതിൻ്റെ ഭാഗമായി വരുന്നതിന് പൂർണ്ണമായി നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധ്യത കുറവാണ്. നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടു നടക്കണ്ടേ, ഷുഗർ നന്നായി നിയന്ത്രിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇതിൽ എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് ടെസ്റ്റുകൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോയാലേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. വ്യക്തമാണ് ഡോക്ടർ. നവാസ്, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ വിശദമായ ഒരു ടോപ്പിക്കാണ്, നമുക്ക് മറ്റൊരു അവസരത്തിൽ തുടരാവുന്നതാണ്. വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. പ്രോഗ്രാമിലേക്ക് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുന്നു.